ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷ വാർത്ത. നോഷണൽ ഇൻക്രിമെൻ്റ് നൽകാനുള്ള ഓഫീസ് മെമ്മോറാണ്ടം പെൻഷൻ മന്ത്രാലയം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ആർക്കൊക്കെ ഇതിൻ്റെ ഗുണം ലഭിക്കും? പെൻഷനിൽ എത്ര രൂപയുടെ വർധനവുണ്ടാകും? ഫാമിലി പെൻഷനേഴ്സിനും ഇതിൻ്റെ ഗുണം ലഭിക്കുമോ? ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് 20 മെയ് 2025 പബ്ലിഷ് ചെയ്ത ഒരു സുപ്രധാന ഓഫീസ് മെമ്മോറാണ്ടമാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് നോഷണൽ ഇൻക്രിമെൻ്റ് എന്ന് മനസ്സിലാക്കാം. സർവീസിലിരിക്കുന്ന എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനും വർഷത്തിലൊരിക്കൽ ബേസിക്കിൽ വരുന്ന വർധനവാണ് നോഷണൽ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് സർവീസിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെയും പ്രമോഷൻ്റെയും അടിസ്ഥാനത്തിൽ ചിലർക്ക് 1 ജൂലൈയും മറ്റു ചിലർക്ക് 1 ജനുവരിയും ആയിരിക്കും. എന്നാൽ പെൻഷനേഴ്സിൽ പലരും 1 ജൂലൈയിൽ ലഭിക്കേണ്ടിയിരുന്നവർ 30 ജൂണിന് വിരമിച്ചത് മൂലവും 1 ജനുവരിയിൽ ലഭിക്കേണ്ടവർ 31 ഡിസംബറിന് വിരമിച്ചത് മൂലവും തങ്ങൾക്ക് ലഭിക്കേണ്ട ഈ ഇൻക്രിമെൻ്റ് ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള പല പെൻഷനേഴ്സും ഇത് ലഭിക്കാനായി കേസ് ഫയൽ ചെയ്യുകയും അവസാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 11 ഏപ്രിൽ 2023 അനുകൂലമായ ജഡ്ജ്മെൻറ്റ് നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഇതിനെതിരെ റിവ്യൂ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നൽകുകയും പിന്നീട് സുപ്രീം കോടതി ഇത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെൻഷൻ മന്ത്രാലയം നോഷണൽ ഇൻക്രിമെൻ്റ് നൽകാനുള്ള ഓഫീസ് മെമ്മോറാണ്ടം പബ്ലിഷ് ചെയ്തത്. ഈ ഓഫീസ് മെമ്മോറാണ്ടത്തിൻ്റെ ഹെഡിങ് ജൂൺ 30, ഡിസംബർ 31 തീയതികളിൽ കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്നും യഥാക്രമം വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കണക്കാക്കുന്നതിനായി ജൂലൈ 1, ജനുവരി 1 തീയതികളിൽ നോഷണൽ ഇൻക്രിമെൻ്റ് അനുവദിക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 18 ഡിസംബർ 2024 ഉത്തരവ് പ്രകാരം ഈ വകുപ്പ് സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ചോദ്യം ചെയ്യപ്പെട്ട ഉത്തരവ് പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. ഈ കേസിൽ കക്ഷി ചേരാത്തവരുടെ കാര്യത്തിൽ 11 ഏപ്രിൽ 2023 വിധി പ്രാബല്യത്തിൽ വരും. അതായത് ഒരു ഇൻക്രിമെൻ്റ് കൂടി കണക്കിലെടുത്ത് പെൻഷൻ 1 മെയ് 2023 അതിനുശേഷവും നൽകും. 30 ഏപ്രിൽ 2023 മുമ്പുള്ള അരിയേഴ്സ് നൽകുന്നതല്ല. റിട്ട് ഹർജി ഫയൽ ചെയ്ത് വിജയിച്ച വ്യക്തികൾക്ക് വിധിന്യായം അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇൻക്രിമെൻ്റ് നൽകുന്നതാണ്. ഇതാണ് ആ ഓർഡർ. ഇതനുസരിച്ച് കേസിൽ കക്ഷി ചേർന്നവർക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിലെ അരിയേഴ്സ് ലഭിക്കും. എന്നാൽ കക്ഷി ചേരാത്തവർക്ക് 1 മെയ് 2023 മുതലുള്ള ഇൻക്രിമെൻ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. 2006 മുൻപ് വിരമിച്ചവരുടെ നോഷണൽ ഇൻക്രിമെൻ്റ് സംബന്ധിച്ച് ഈ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഫാമിലി പെൻഷനേഴ്സിനും നോഷണൽ ഇൻക്രിമെൻ്റ് ലഭിക്കും. നോഷണൽ ഇൻക്രിമെൻ്റ് ലഭിക്കുക ജൂലൈ മാസം ഇൻക്രിമെൻ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിമുക്ത ഭടൻ 30 ജൂണിന് വിരമിച്ചാൽ അവർക്ക് നോഷണൽ ഇൻക്രിമെൻ്റ് ലഭിക്കും. അതുപോലെ 1 ജനുവരിയിൽ ഇൻക്രിമെൻ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൈനികൻ 31 ഡിസംബറിൽ വിരമിച്ചാൽ നോഷണൽ ഇൻക്രിമെൻ്റ് ലഭിക്കും. നോഷണൽ ഇൻക്രിമെൻ്റ് എന്നത് ബേസിക് പേയിൽ 3% വർധനവാണ്. അപ്പോൾ പെൻഷനിൽ പെൻഷൻ്റെ ബേസിക്കിൽ 1.5% വർധനവ് ഉണ്ടാകും. അതോടൊപ്പം അതിൻ്റെ DAയും ലഭിക്കും. ഏകദേശം 1000 മുതൽ 6000 രൂപ വരെ ബേസിക് പെൻഷനിൽ വർധനവ് ഉണ്ടാകും. അതായത് ശിപ്പായി തൊട്ട് മുകളിലേക്കുള്ള റാങ്ക് സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മിനിമം ഒരു 1000 രൂപ മുതൽ 6000 രൂപ വരെ ബേസിക് പെൻഷനിൽ വർധനവ് ഉണ്ടാകും. ഇതുമൂലം ഇത് ലഭിക്കാനായി ഏകദേശം 6 മാസമെങ്കിലും കുറഞ്ഞത് കാലതാമസം എടുക്കാനാണ് സാധ്യത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.